ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ സഹായമായ കർത്താവിനെ ഏറ്റുപറഞ്ഞ് ഈ ദിവസം ആരംഭിക്കാം. ഒരുമിച്ച് കുരിശ് വരയ്ക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്റെ നായകൻ പരിപാലകൻ മറച്ചിടുമെന്നെ തൻ ചിറകതിനാൽ. എന്റെ നായകൻ പരിപാലകൻ മറച്ചിടുമെന്നെ തൻ ചിറകതിനാൽ. എന്റെ പ്രാണനിൽ ആനന്ദമൊഴുകിടുന്നു. എൻ്റെ പ്രാണനിൽ ആനന്ദമൊഴുകിടുന്നു. എൻ്റെ ഇടയൻ എന്നെ നടത്തും. എൻ്റെ ഉള്ളം കലങ്ങുകില്ല. എൻ്റെ പരിപാലകൻ തെല്ലും ഉറങ്ങുകില്ല. ദൈവമെൻ്റെ കൂടെയുള്ളപ്പോൾ എന്തിനേറെ ഭയം നീടണം. നൊന്തു നീറി കരഞ്ഞിടണം. 121 സങ്കീർത്തനം 1-2 വാക്യങ്ങൾ. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? യുദ്ധഭീതിയിൽ ലോകം വലയുന്ന ഒരു നേരത്ത്, നോമ്പുകാലത്തിൻ്റെ ചൈതന്യത്തിൽ അധിക പ്രാർത്ഥനയ്ക്കായി തിരുമുമ്പാകെ നമ്മളായിരിക്കുന്ന ഈ നേരത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഏറ്റുപറയാം ഈ പ്രഭാതത്തിൽ, നീ എൻ്റെ നായകൻ. ദൈവമേ, നീ എൻ്റെ പരിപാലകൻ. നിൻ്റെ ചിറകിൽ എന്നെ മറയ്ക്കണേ. കർത്താവേ, നീ ചാരത്തുള്ളപ്പോൾ എൻ്റെ ഇടയനായ നീ എന്നെ നടത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഉള്ളം കലങ്ങില്ല കർത്താവേ. നീ എൻ്റെ പരിപാലകൻ. നീ ഉറങ്ങുകയില്ല. നീ കൂടെ ഉള്ളപ്പോൾ ഞാൻ എന്തിന് ഭയപ്പെടണം? എന്തിന് നൊന്തുനീറി കരയണം? ഈ സങ്കീർത്തന വാക്യം ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ തീർത്ഥാടകർ ചൊല്ലി പ്രാർത്ഥിച്ചിരുന്ന സങ്കീർത്തനം. ഇത് പ്രാർത്ഥിക്കുന്നവനെ ഓർമ്മിപ്പിക്കുന്നത് സംരക്ഷണം വരുന്നത് ഒരു സ്ഥലത്ത് നിന്നോ ഒരു വ്യക്തിയിൽ നിന്നോ ശക്തികളിൽ നിന്നോ അല്ല, മറിച്ച് സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവത്തിൽ നിന്ന്. ഒരു സംഘർഷമുണ്ടാകുമ്പോൾ, ഒരു സങ്കടമുണ്ടാകുമ്പോൾ നമ്മൾ ചുറ്റും നോക്കും, എവിടെ നിന്ന് എനിക്ക് സഹായം കിട്ടും? എന്നെ സഹായിക്കാൻ മനുഷ്യരുണ്ടാകുമോ? പദ്ധതികൾ എന്നെ സഹായിക്കുമോ? എൻ്റെ സമ്പാദ്യങ്ങൾ എനിക്ക് ആശ്വാസമാകും. ഈ വചനം ഓർമ്മിപ്പിക്കുന്നു, ഞെരുക്കത്തിൻ്റെ നേരത്ത് കണ്ണുകൾ ഉന്നതങ്ങളിലേക്ക് ഉയർത്തുക. സഹായം കർത്താവിൽ നിന്ന് വരും. അവൻ മാത്രമാണ് ദ ട്രൂ സോഴ്സ് ഓഫ് ഹെൽപ്പ്. സഹായം കർത്താവിൽ നിന്ന്. ആവിലായിലെ അമ്മ ത്രേസ്യ പറഞ്ഞു പഠിപ്പിക്കുന്നു, ഹീ ഹു ഹാസ് ഗോഡ് ലാക്സ് നത്തിങ്. ദൈവം കൂടെയുള്ളവന് ഒന്നിൻ്റെയും കുറവുണ്ടാവുകയില്ല. ഹീ ഹു ഹാസ് ഗോഡ് ലാക്സ് നത്തിങ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമായ ഈശോ മിശിഹായേ, ഈ ദിവസം, ഈ പ്രഭാതത്തിൽ എൻ്റെ കണ്ണുകൾ അങ്ങേ പക്കലേക്ക് ഞാൻ ഉയർത്തട്ടെ. എൻ്റെ സഹായമായവനെ, എൻ്റെ സംരക്ഷണമായവനെ, എന്നെ, എൻ്റെ കുടുംബത്തെ, യുദ്ധഭീതിയിൽ വലയുന്ന ലോകം മുഴുവനെ, പ്രത്യേകിച്ച് മധ്യപൂർവ്വ ദേശങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, അവിടെയുള്ള എല്ലാ മനുഷ്യരെ
കർത്താവേ, നീ കാക്കണമേ. ഈ ദിവസത്തിൻ്റെ എല്ലാ വ്യാപാരങ്ങളെയും ഈശോയ്ക്ക് വിട്ടുകൊടുത്ത് ദിവസത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എക്കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.